ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നൊരു വാർത്ത, ഇത് നമ്മുടെ EDക്ക് നേരെ, അവരുടെ വാഹനങ്ങൾക്ക് നേരെ ഏതാണ്ട് 300-ഓളം CPM സ്പോൺസേഡായിട്ടുള്ള, CPMൻ്റെ മേൽനോട്ടത്തിലുള്ള സൂപ്പർവിഷനിലുള്ള കുറേ ഗുണ്ടകൾ നടത്തിയ കോൺക്രീറ്റ് കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഈ ഇഷ്ടിക, അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർ ഇടിച്ച് നിരപ്പാക്കുകയും അവിടെ അതിനകത്തുണ്ടായിരുന്നവർക്ക് സാരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം പട്ടാപ്പകൽ സമയത്ത് പോലീസിൻ്റെയും അതുപോലെ തന്നെ CRPFൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നടന്നതിന് ജാമ്യം കുറേ പ്രതികൾ, 5 പ്രതികൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് പോയി. ജാമ്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ് എന്നവർ നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും NIA വരും. NIA അന്വേഷണം നടത്താനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് കേന്ദ്രം എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്ന വിവരം. അത് അങ്ങനെ തന്നെയാണോ വേണ്ടതോ, അതോ കേരളത്തിൻ്റെ ഒരു ലോ ആൻഡ് ഓർഡർ മാത്രമായിട്ടാണോ നമ്മൾ പരിഗണിക്കേണ്ടത് എന്നാണ് അങ്ങയുടെ നിരീക്ഷണം? ഇത് കുറച്ചു കാലമായിട്ട് ഇന്ത്യയിൽ ഈ കേന്ദ്ര ഏജൻസികളെ തടയുന്ന പരിപാടി പല സ്ഥലത്തും നടക്കുകയാണ്. ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നത് മാത്രമല്ല, ബംഗാളിൽ മമത ഇരുന്ന സമയത്ത് അവിടെ ഇതുപോലെയുള്ള ചില സ്കാമുകൾക്കെതിരെ നടന്നപ്പോൾ അവരവിടെ തടഞ്ഞു. തമിഴ്നാട്ടിൽ വന്നപ്പോൾ അവിടെ പിന്നെ കേന്ദ്ര ഏജൻസിയൊക്കെ EDയൊക്കെ വന്നപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി. അതിൻ്റെ ഇപ്പം കേരളത്തിലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കാവുന്ന ഒരു പ്രവണതയല്ല. ബംഗാളിൽ വന്നപ്പോൾ NIA അന്വേഷിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നമുക്ക് ജനാധിപത്യം വേണം. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയും വേണം. പക്ഷേ അതേസമയം നമുക്ക് ശക്തമായ നിയമങ്ങളും വേണം. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ഇന്ത്യയിൽ എവിടെയും അന്വേഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ കുറ്റകൃത്യം ഗൗരവമായ കുറ്റകൃത്യമാണെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കണമെന്ന് തോന്നിയാൽ എവിടെ അന്വേഷിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ അതിനെ ആ കേന്ദ്ര ഏജൻസിയെ ബലം പ്രയോഗിച്ച് ചെറുക്കുക എന്നുള്ളത്, ഇപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസി അന്യായമായി ഇത് ചെയ്യുകയാണെങ്കിൽ കോടതികളുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള കേസ്, ഇപ്പോൾ പിണറായി വിജയനും വീണയ്ക്കും എതിരായ കേസ്, പിന്നെ ആ കേസ് ഒരു പക്ഷേ ഈ കൃത്രിമമായിട്ടുണ്ടാക്കിയ കേസാണെന്ന് തർക്കത്തിന് വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ കോടതിയിലെത്തുമ്പോൾ തള്ളിപ്പോകുമല്ലോ. ഇപ്പോൾ ഇയാൾക്കെതിരെ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായ ആ കേസുകൾ ഇപ്പോൾ കോടതി തള്ളിയല്ലോ. അവിടെ വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ തിഹാർ ജയിലിൽ അദ്ദേഹത്തെ പിടിച്ചിട്ടു. എന്നിട്ട് ഇതുപോലെ പ്രക്ഷോഭം ഉണ്ടായില്ല, അവിടെ ഡൽഹിയിൽ ഉണ്ടായില്ല. അതേസമയം ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട് അദ്ദേഹം സ്വയം പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം സ്വയം പാർട്ടിക്കാർ, ജില്ലാ കമ്മിറ്റികളെ എല്ലാം എതിർക്കുന്ന ഒരാൾ. അതും അദ്ദേഹത്തിനെ കുറിച്ചല്ല അന്വേഷണം. മറ്റേ അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ടാണ് ജയിലിലിട്ടത്. ഇത് ഇദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് അത് ചോദ്യം ചെയ്യാനും അവരുടെ സംശയങ്ങൾ തീർക്കാനും ചെയ്യുന്നവർക്ക് നേരെയാണ് ഈ ആക്രമണം. അപ്പൊ ഇദ്ദേഹത്തിന് പിണറായി വിജയൻ എന്താ കൊമ്പുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനത്ത്? അത് പക്ഷേ ഈ അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആൾക്കാരെ ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല. അന്വേഷണത്തിന് നടപടി ഉണ്ടാവണം. അപ്പോൾ അന്ന് നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നു, അത് പിന്നെ NIA ഒക്കെ വന്നു, പല അന്വേഷണം നടത്തി, ഒന്നും സംഭവിച്ചില്ല. ലാവ്ലിൻ കേസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നിരന്തരമായിട്ട് ഈ അന്വേഷണങ്ങൾ മാത്രം നടത്തുന്നതുകൊണ്ട് എന്തോ പ്രയോജനം? ഈ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷ ഈ കുറ്റവാളികളാണെങ്കിൽ, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കുറ്റവാളികളാണെങ്കിൽ അവരെ ആ തരത്തിൽ ശിക്ഷിക്കാനും കൂടെ ഉള്ള ആർജവം ഇത് നടത്തുന്ന ഏജൻസികൾക്കും അതുപോലെ തന്നെ ഈ ഏജൻസികളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ അധികാരം കൈയാളുന്നവർക്കും വേണം. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, അത് ഒരു ആസൂത്രണമില്ലാതെ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഇല്ലാതെ ഇങ്ങനെയൊരു സംഭവം നടക്കും? കാരണം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇവർക്ക് അഭയം കൊടുത്തത്. അപ്പോൾ അത് പ്ലാൻഡ് ആയിരിക്കണം. അവിടെ നിന്നായിരിക്കണം ഇത് വിളിച്ചും പറഞ്ഞാൽ നിങ്ങളിങ്ങോട്ട് പോവാം. വന്നിരിക്കുന്ന ഈ പ്രതികളിൽ പലരും കാപ്പ കേസിലെ പ്രതികളാണ്, അറിയപ്പെടുന്ന ഗുണ്ടകളാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യൂ, ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പാർട്ടി ഓഫീസിൽ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം എന്നൊരു അറേഞ്ച്മെൻ്റ് അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുമെന്നുള്ളത് വളരെ CPMനെ പോലെ ഒരു അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഈ രാഷ്ട്രീയക്കാരും ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം ഒരു പുതിയ കാര്യമല്ല. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പല കേസുകളിലും നമ്മളത് കണ്ടതാണ്. വലിയ ക്രിമിനലുകൾ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച സന്ദർഭങ്ങൾ വരെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ UPയിലൊക്കെ തന്നെ അസം ഖാൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അയാളൊക്കെ എത്രയോ കേസുകളിൽ, അപ്പോൾ അതിൽ പപ്പു യാദവ് ബീഹാറിലെ എത്രയോ കേസുകളിൽ പ്രതിയായിരുന്ന അവർ ഇലക്ഷൻ മത്സരിക്കുകയും, ഷാജഹാൻ ഷെയ്ഖ്
ബംഗാളിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രിമിനലുകൾ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന സംഭവമുണ്ട്. കേരളത്തിൽ താരതമ്യേന കുറവായിരുന്നു എന്നേ പറയാൻ പറ്റൂ. താരതമ്യേന കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സംസ്കാരം കേരളത്തിലും കഴിഞ്ഞ ഏകദേശം ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ സമയം മുതൽ ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തുന്ന രീതി പിന്നെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട്. ബംഗാളും കേരളവുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു, അവിടെ തൃണമൂൽ കോൺഗ്രസ് പരാജിതമായതോടുകൂടി അവിടെ അഭിഷേക് ബാനർജിയെയും അതുപോലെ തന്നെ കല്യാൺ ബാനർജിയെ ഒക്കെ തന്നെ ജനങ്ങൾ വൻതോതിൽ ആക്രമിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം. ഇവിടെ പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനെ വീട്ടിൽ അന്വേഷണത്തിൽ പോയ ഇഡിക്ക് എതിരെയാണ് ഇവിടെ കല്ലേറ് നടക്കുന്നത്. അവിടെ മറ്റതൊക്കെ കൃത്രിമ വാർത്തയാണെന്ന് പറഞ്ഞു. ബംഗാളിൽ ഇവരെയൊക്കെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ വ്യാജ വാർത്തയാണെന്നാണ് അവർ തന്നെ ചമയ്ക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ബംഗാളിൽ അങ്ങനെ ഈ തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ മറ്റ് പാർട്ടികളോട് ഇപ്പോൾ BJP-യോടും പിന്നെ CPM-നോടും കോൺഗ്രസിനോടും ഒക്കെ അനുവർത്തിച്ച ഒരു ആക്രമമൊന്നും ഇപ്പോഴത്തെ ഭരണാധികാരികൾ ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഈ അത്തരത്തിൽ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നടപടിയാണ്. ലോ ആൻഡ് ഓർഡർ വേണമെന്നുള്ളതാണ് പിന്നെ നിയമ സംവിധാനം തകർന്നു പോയി കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. പിന്നെ അങ്ങനെ ലോ ആൻഡ് ഓർഡർ വന്നുകൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ ഓഫീസ് അവിടെ തുറക്കാൻ കഴിഞ്ഞത്, കോൺഗ്രസിന്റെ ഓഫീസ് അവിടെ തുറക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇത് അടച്ചില്ല. നിയമ സംവിധാനം ശക്തമായി നിലനിൽക്കാത്ത ഒരു രാജ്യത്തിന് നിലനിൽപ്പില്ല. പക്ഷേ അത് ശക്തമായ നിയമം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ ഈ തീവ്രവാദി ആക്രമണങ്ങളൊക്കെ നടന്നാൽ അപ്പം തന്നെ ആ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ആരും ശല്യം ചെയ്യുന്നില്ല. നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ CPM-ന്റെ അഭിഭാഷകൻ വാദിച്ച ഒരു കാര്യം, ഇത് അവരുടെ ജോലി കഴിഞ്ഞ്, അതായത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആക്രമിച്ചത്. അപ്പോൾ ഇത് ഇഡിക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ട് വരുന്നില്ല, അവരുടെ ഔദ്യോഗിക ചുമതല നിർവഹണത്തിനിടയിൽ നടന്ന ആക്രമണമായിട്ട് വരുന്നില്ല. രണ്ടാമതൊന്ന് പറഞ്ഞ് ഈ കാർ ടാക്സി വാടകയ്ക്ക് എടുത്ത് വിചിത്രവാദങ്ങളല്ലേ. ഓൺ ഡ്യൂട്ടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സർക്കാർ വാഹനം അവിടുന്ന് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, അവർക്ക് ഡൽഹിയിൽ നിന്ന് വാഹനം കൊണ്ടുവരാൻ പറ്റില്ല. അവര് ഓൺ ഡ്യൂട്ടി ഫോർ ED എന്നാണ്. ദൂരദർശന്റെ വാഹനങ്ങൾ ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഞാനൊരിക്കലേ ഈ ദൂരദർശന്റെ വാഹനത്തിൽ പറയട്ടെ, വിവരിക്കട്ടെ. ദൂരദർശന്റെ വാഹനത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടി ഉരസി NH കായംകുളത്ത് വെച്ചാണ്. അപ്പം തന്നെ അയാൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, വണ്ടി പിടിച്ച് സ്റ്റേഷനിലോട്ട് ഇട്ടു. ഇയാൾ കയറി ഉരസിയതാണ് ഈ വണ്ടിയിൽ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ പോലീസിന്റെ ആ അധികാര മുഷ്ക് ഉപയോഗിച്ചാൽ ഞങ്ങൾ ആരാണെന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം പിടിച്ചുകൊണ്ട് സ്റ്റേഷൻ ഓൺ ഡ്യൂട്ടി ദൂരദർശൻ, ഓൺ ഡ്യൂട്ടി ഫോർ ദൂരദർശൻ എഴുതിയിട്ടുണ്ട്. അവിടെ കൊണ്ട് പിടിച്ചിട്ടു. അപ്പം ഈ ഡ്രൈവറെ പിടിച്ച് അകത്തിട്ട് 4 താങ്ങിയിട്ട് പൈസയും വാങ്ങിയ ഇതായിരുന്നു ലക്ഷ്യം. ഞങ്ങൾ പറഞ്ഞു വി ആർ ഓൺ ഡ്യൂട്ടി ഫോർ ദൂരദർശൻ, നിങ്ങൾ യു ക്യാൻ കോൺടാക്ട് ദൂരദർശൻ എന്ന് പറഞ്ഞ് ദൂരദർശനിലേക്ക് വിളിച്ചു. അപ്പം തന്നെ അവരെ അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹേമേന്ദ്രനാണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അപ്പോൾ തന്നെ ഈ വണ്ടി ഓൺ ഡ്യൂട്ടിയാണ്. കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിയമ്മയുടെ ശ്രാദ്ധത്തിനോ അതിൻ്റെ ഒരു കവറേജിനോ വേണ്ടി അന്ന് കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു നിയന്ത്രണത്തിലായിരുന്നല്ലോ ദൂരദർശൻ. അതിന് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഹേമേന്ദ്രൻ ഈ വണ്ടി വിടാൻ പറഞ്ഞു. കാരണം അതൊരു ഓൺ ഡ്യൂട്ടി ടാക്സി വാഹനമാണ് വാസ്തവത്തിൽ. ഓൺ ഡ്യൂട്ടി ദൂരദർശൻ ആയതുകൊണ്ട് ആ ഔദ്യോഗിക വാഹനത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് അതിന് കിട്ടി. അത് വളരെ വ്യക്തമായിട്ടുള്ള, എത്രയോ വർഷങ്ങളായിട്ട് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആ പൊട്ടത്തരമാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഔദ്യോഗിക വാഹനമല്ല, ടാക്സിക്കാരാണ്. എന്നിട്ട് അത് ശരിയാക്കുന്നത് ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞ് പാളാവ് ഏരിയ കമ്മിറ്റി അങ്ങ് ഏറ്റെടുത്തത് നന്നാക്കാനും തുടങ്ങിയിട്ടുണ്ട്. എന്ത് വിചിത്രമാണ്. അങ്ങനെ അതൊക്കെ വിചിത്രമായ കോടതി എങ്ങനെ പറഞ്ഞെങ്കിൽ അത്ഭുതം തോന്നുന്നു. അതെ, കാര്യം എന്ന് പറയുമ്പോൾ കോടതിയല്ല പറഞ്ഞേ, പിന്നെ ഇതിന്റെ വാദിഭാഗം, വാദിയല്ല പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. അവർക്കെന്ത് പറയാമല്ലോ. അതെ, പക്ഷെ അങ്ങനെ പറയുന്നത് കോടതി അംഗീകരിക്കണമെന്നില്ലല്ലോ. അത് നിരാകരിച്ചു. അങ്ങനെയാണ് അവർക്ക് ജാമ്യം കിട്ടാതെ. അത് അങ്ങനെ അവർ EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 24 hours ഡ്യൂട്ടി ആണല്ലോ. അവർക്ക് അന്വേഷണ ഏജൻസികളല്ലേ. അവർക്കിപ്പോൾ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ എന്നുള്ള സമയമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അത്യാവശ്യമായ കേസുകൾക്ക് അവർക്ക് പാതിരാത്രി അന്വേഷിക്കാം. അതെ, അപ്പോൾ അവർ വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താണെന്നറിയാം, കേരളത്തിൽ വ്യാപകമായ തോതിൽ ഒരു 19 കേന്ദ്രങ്ങൾ ഒരുമിച്ച് റെയ്ഡ് നടത്തി. NIA വന്നിരുന്നു. NIA വരാൻ CBI പോലെ കേരളത്തിൻ്റെ അനുമതിയൊന്നും വേണ്ട. EDക്ക് വരാനും കേരളത്തിൻ്റെ അനുമതി വേണ്ട. രമേശൻ ഞങ്ങളെ അറിയിച്ചില്ല, അറിയിക്കേണ്ട കാര്യമില്ല അവർക്ക്. അങ്ങനെയാണ് അവരുടെ അന്വേഷണം. പക്ഷേ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയാണ്. അത് ചെയ്തതുമില്ല. അതുകൊണ്ടാണ് ഇത്രയും കുഴപ്പമുണ്ടായത്. അപ്പോൾ NIA വരേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനീ പറഞ്ഞു വന്ന ഈ 19 കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തതിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ രേഖകൾ, ജലാറ്റിൻ സ്റ്റിക്ക് എന്നിവ കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തെ വളരെ സീരിയസ് ആയിട്ട് അവിടെ കണ്ടത്. അതായത് 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളാണ് NIA മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു റെയ്ഡിൽ കണ്ടെടുത്തത്. 10,500 നോൺ ഇലക്ട്രിക്കൽ ഡിറ്റണേറ്ററുകളും കണ്ടെത്തി.
വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണിത്. കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ തുടക്കം വളരെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യത്തിലാണ് അവർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും NIA ഈ ഒരു കേസിലും അത് വളരെ ഗൗരവമായിട്ടെടുക്കും. ഇതുപോലുള്ള എന്തെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സാധ്യത വളരെയാണ്. കാരണം PF-ൽ നിന്ന് അത് നിരോധിച്ചപ്പോൾ ധാരാളം പേര് ചേക്കേറിയത് സുരക്ഷിത താവളമാണ് CPM. അതിൻ്റെ എലിമെൻറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അവർ പരിശോധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിശോധനയും കൂടെ വരാൻ സാധ്യതയില്ല. ഒരു ദേശീയ രാഷ്ട്രീയം അറിയാവുന്ന ആളെന്നുള്ളതിൽ അത് വരാനുള്ള സാധ്യത ഏതാണ്ട് ഇപ്പോൾ 90% ഉണ്ട്. അത് വരുന്നത് നല്ലത് തന്നെയാണ്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? തീർച്ചയായിട്ടും അത് അന്വേഷിക്കുമ്പോൾ സമഗ്രമായിട്ട് വേണമല്ലോ അന്വേഷിക്കാൻ. എല്ലാ അത്തരത്തിലുള്ള ഏത് രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമായിട്ടും NIA എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഏജൻസിയാണല്ലോ. തീർച്ചയായിട്ടും അത്തരം അന്വേഷണങ്ങൾ നല്ലതാണോ അതോ നടക്കണം. ഓവറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലല്ല, അത് ഇപ്പം ഈ വളരെ നിസ്സാരമായ ചില കേസുകൾ അന്വേഷിക്കുമ്പോഴായിരിക്കും അതിന് ലിങ്ക് ചെയ്തുകൊണ്ട് വലിയ ചില മാഫിയകളുടെയൊക്കെ കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ അതുപോലെ ഈ ഒരു അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം ശക്തികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും വെളിച്ചത്ത് കൊണ്ടുവരികയും അവരെയൊക്കെ അർഹമായ രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. പിന്നെ അത് ഈ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യം. അതാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരം കേസുകളിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ അതിനപ്പുറം കാര്യമായിട്ട് കോടതിയിലെത്തി കഴിയുമ്പോൾ കേസുകളെല്ലാം അബോർട്ട് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ സമീപനം പാടില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിരപരാധികളായ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിൻ്റെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. പക്ഷേ കുറ്റവാളികളാണെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടത്തക്ക രീതിയിൽ വ്യക്തമായ തെളിവോടുകൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം. അവർക്ക് വളരെ സിമ്പിളായ ശിക്ഷ കൊടുത്ത് ഒഴിവാക്കുന്നത് ശരിയല്ല. തന്നെയല്ല, രാഷ്ട്രീയ പ്രതികാരമാണെന്നൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാനും പാടില്ല. അത് അവർ രാഷ്ട്രീയക്കാർ അതിനൊക്കെ ശ്രമിക്കുമല്ലോ. അതവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഈ മുങ്ങിച്ചാവാൻ പോകുന്നത് ഏത് കച്ചിത്തുരുമ്പിലും പിടിക്കുമെന്ന് പറയുന്ന പോലെ അവർ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതികാരമാണെന്നോ ആ തരത്തിലൊക്കെ ഉള്ള പല തന്ത്രങ്ങളും പ്രയോഗിക്കും. പക്ഷെ അതിന് പഴുതുകൾ അടച്ചുള്ള അന്വേഷണം വഴി അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത് കുറ്റവാളിയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ കുറ്റവാളിക്ക് ശിക്ഷ കിട്ടിയാൽ മാത്രമേ ജനങ്ങളത് വിശ്വസിക്കുകയുള്ളൂ. ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. പക്ഷേ അന്വേഷണ ഏജൻസികളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അടുപ്പമുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്വാധീനിച്ച് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസൊക്കെ അങ്ങനെയാണ് അന്വേഷണ ഏജൻസികളെ സ്വാധീനിച്ച് ഇല്ലാതാക്കിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിനൊരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അവസാനം അയാൾ പെൻഷനാവുന്ന സമയത്ത് നടപടിയൊക്കെ ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ സിമ്പിളായിട്ട് അത്തരം സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ഒരുപക്ഷെ നടന്നതാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമാണ്. പിന്നെ അതൊക്കെ ഇത്ര നിസ്സാരമായി ആ കേസുകളൊക്കെ പോയി എന്ന് പറയുന്നത് പിന്നെ അതൊക്കെ ഒരു പരാജയമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കേസുകൾ അന്വേഷിച്ചാൽ മാത്രം പോരാ. ആ കുറ്റവാളികളാണ് എങ്കിൽ എന്നുള്ള ഞാൻ അടിവരായിട്ട് പറയുകയാണ്. കാരണം അത് കുറ്റവാളികളാണെങ്കിൽ മാത്രമേ ആൾക്കാർ നിരപരാധികളെ പിടിച്ചുകൊണ്ട് ശിക്ഷിക്കരുത്. കുറ്റവാളികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് കഴിവില്ലെങ്കിൽ അന്വേഷിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്.